Hey guys, welcome back to Solo Vlogs. Solo Vlogs മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാൻ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഞാൻ എന്തിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മുടെ വിയറ്റേറെ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെയിൽ ബാഗാണ് കേട്ടോ. അപ്പോൾ ടെയിൽ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബാക്കിൽ വെക്കുന്ന ഒരു ബാഗാണ്. അപ്പോൾ നമ്മളെല്ലാവരും ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം ചിലപ്പോൾ മേ ബി 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ഒക്കെ ആണെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ലൈക്ക് ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസ് മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ലുക്കിനെയും കൂടെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ വളരെ നാളത്തെ ഒരു സെർച്ചിന് ശേഷം നമുക്ക് കിട്ടിയ ബാഗാണ് ഇത്. വിയറ്റെറയുടെ എലമെന്റ് ടെയിൽ ബാഗ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. ആക്ച്വലി ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 6 മന്ത്സിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പൊടി ചെളിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം ഇതൊരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു പുതിയ ബാഗ് അല്ല എന്നുള്ളത്. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബാഗിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടെയിൽ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ അധികം വള്ളിയും കാര്യങ്ങളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ക്യാരി ബാഗ് പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കെട്ടിവെക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഡിസൈൻ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ബാഗ് തുറക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയാം. ഇത് ഏകദേശം 35 ലിറ്റർ വരുന്ന ഒരു ബാഗാണ് കേട്ടോ. അപ്പം ഈ ബാഗിന്റെ ഷേപ്പ് പക്ക ഒതുങ്ങിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി അധികം ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊള്ളും. ഏകദേശം 1-2 പോക്കറ്റ് പുറത്ത് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഗ്ലൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ആക്സസറീസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 1 കിലോ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, എൻ്റെ ഈ ബാഗിൻ്റെ വെയിറ്റ് വരുന്നത്. കാരണം സാറിന് സാഡിൽ ബാഗ് ഭയങ്കര ഹെവിയാണ്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഡ്യൂറബിൾ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഏകദേശം ഇതിൻ്റെ പുറമേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സംഭവം എങ്ങനെയാണ് നമ്മുടെ ബൈക്കിൽ കെട്ടുന്നത് നോക്കട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡ്യൂക്ക് 200 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു KTM പ്രശ്നം എന്ന് വെച്ചാൽ കെട്ടാനായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ബട്ട് നമ്മുടെ വണ്ടിയിൽ സാഡിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് നോർമൽ KTM അതൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് സാഡിസ്റ്റ് അങ്ങനത്തെ ഒരെണ്ണത്തിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് എസ്പെഷ്യലി ഫോർ KTM ഗൈസ്. ബട്ട് ഹിമാലയൻ പോലുള്ള വണ്ടികൾക്കൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ വലിച്ച് കെട്ടാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും കുറവുള്ള KTM തന്നെ ഇത് എങ്ങനെ കെട്ടുന്നതെന്ന് നോക്കാം. കമോൺ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞാൽ ഇതിനകത്ത് ബാഗിന് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ കാണാനില്ല. ഇതിൽ ചെളി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ 6 മാസത്തെ ഉപയോഗത്തിൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വള്ളിയും കാര്യങ്ങൾ എവിടെ ഇരിക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ ഒളിഞ്ഞിരുന്ന 3 വള്ളികളും പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പുറകെ കെട്ടാനായിട്ട് ഈ ഒരു വലിയ സ്ട്രാപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കെട്ടുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ്. വിത്തിൻ എനിക്ക് തോന്നുന്നു ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് കെട്ടാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് ആകാശാണ് കേട്ടോ ഇത് ചെയ്യാൻ പോകുന്നത്. ആകാശേ, ലെറ്റ്സ് പാക്ക് അപ്പ്. നമ്മൾ ഡ്യൂക്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് സൈഡിൽ നിന്ന് എടുക്കാം. ബിക്കോസ് ഞങ്ങൾക്ക് സാഡിൽ സ്റ്റേ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നോർമലി നമ്മുടെ ബാക്കിൽ വരുന്ന ആ ഒരു ഫ്ലാപ്പ് വഴി നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കെട്ടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു സിമ്പിൾ ലോക്കിംഗ് മെക്കാനിസമാണ് ഇവർ യൂസ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ക്ലിപ്പിൽ തന്നെ നമുക്ക് ലോക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹൈറ്റ് അനുസരിച്ച് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വരും. അതുപോലെ തന്നെ എക്സസ് വരുന്ന ടാഗ് നമുക്ക് ഇതിവിടെ ഇങ്ങനെ കെട്ടി വെക്കാനും പറ്റും. ബിക്കോസ് താഴെ കിടന്നതിന് ചിലപ്പോൾ നമ്മൾ ടയറിൽ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ ഒരിക്കലും ലൂസാക്കി ഇടാൻ പാടില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. അപ്പോൾ ഇതാ ബാക്കിലെ ഉള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ ടൈ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി നമ്മൾ കെട്ടാൻ പോകുന്നത് നമ്മുടെ ഫുട്ട് ലെഗിലാണ് കേട്ടോ. നമ്മുടെ ബാക്ക് റിയർ ഫുട്ട് സ്റ്റെപ്പിലാണ് നമ്മൾ അടുത്തത് കെട്ടാൻ പോകുന്നത്. നമ്മൾ സാഡിസ്റ്റിലൊന്നും കെട്ടണമെന്നില്ല. നിങ്ങൾക്ക് ഇനി വേറെ നിങ്ങൾക്ക് കെട്ടാം, ബട്ട് നമ്മുടെ ഡ്യൂക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫുട്ട് ലെഗിൽ കെട്ടുമായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത്. അതാ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട്. അത് പുറകോട്ട് എന്ത് ചെയ്താലും ലൂസായി പോകത്തില്ല. ഇത് നല്ല പെർഫെക്റ്റ്ലി ടൈറ്റ് ആയിട്ടിരിക്കും. സോ എക്സസ് വരുന്ന ഈ ഒരു ഇത് നമുക്ക് മാറ്റി വെക്കാം. കാരണം ഈ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെസ് ദാൻ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു സംഭവം ടൈ ചെയ്ത് വെക്കാമെന്നുള്ളത്. അപ്പം ഇതാ ഈ ഒരു സാഡിൽ ബാഗ് ആക്ച്വലി ഡ്യൂക്കിൽ മാത്രമല്ല നമുക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിലും വെക്കാം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിലും പോകാം കേട്ടോ. നമുക്ക് എന്താ പറയുക ഞങ്ങൾ ഓഫ് റോഡ്, മല കയറും, വീഴ്ച, അങ്ങനെ സകല സംഭവം. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല, മലകളില്ല. സോ സാധനം പക്ക സ്റ്റഡി ആയിട്ടാണ് ഇരിക്കും. പിന്നെ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ലഗേജ് ഇല്ലെങ്കിൽ പോലും ഇത് ഇതിൻ്റെ ഷേപ്പ് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഇരിക്കുക. അപ്പോൾ നമുക്ക് സംഭവം അങ്ങനെ നമ്മൾ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. നമുക്ക് ലഗേജ് വെക്കുകയും ചെയ്യാം. നമുക്ക് ഇൻ കേസ് നമ്മുടെ പില്ലിന് വേണമെങ്കിൽ ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. പിന്നെ ചെറുതായിട്ട് ആൾക്ക് ചാരി ഇരിക്കണമെങ്കിൽ ചാരി ഇരിക്കാനും കൂടെ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ്. ഇനി നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സെറ്റപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇത് ഓപ്പൺ ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗ് തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു ലോഡ് നമ്മൾ വിചാരിക്കുന്നതിൽ അധികം സാധനം ഇതിൻ്റെ അകത്ത് കൊള്ളു കേട്ടോ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു 2 ദിവസത്തേക്കുള്ള ഫുൾ സാധനം ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു മെഷിൻ്റെ പോക്കറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു കീ ഇടുന്ന ഒരു ചെറിയൊരു ഹുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ഈ ഒരു ബാഗിൻ്റെ മോൾ ഭാഗം ഇറ്റ്സെൽഫ് ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ മഴയിലൊന്നും നിങ്ങളിതിൻ്റെ റെയിൻ കവർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ കേസ് നല്ല റെയിനൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു റെയിൻ കവർ വരുന്നുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം, കവർ ചെയ്യാം. നമ്മൾ 100% വാട്ടർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഷോൾഡർ ബാഗ് ഇടാനായിട്ടുള്ള ഹുക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ബെൽറ്റും ഈ ഒരു പാക്കിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിൽ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ ഇറക്കി നോക്കാം. സാധനം ഇറക്കങ്ങോട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു റെയിൻ കോട്ട് ഉണ്ട്. നമ്മൾ ഡെക്കാത്തൂണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു റെയിൻ കോട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റേരയുടെ തന്നെ ഒരു സാഡിൽ ബാഗാണ് കേട്ടോ. കോൺട്ര സോളോ എന്നുള്ള സാഡിൽ ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂസ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലത്തെ 2 ബാഗാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു എത്രമാത്രം ഇതിൻ്റെ അകത്ത് കയറും എന്നുള്ളത് നോക്കാം. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ റെയിൻ കവർ വരുന്നത്. അപ്പോൾ ഈ ഒരു റെയിൻ കവറും കൂടെ നമ്മൾ ഇൻ കേസ് മഴയോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ലഗേജ് പീസാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയായിട്ട് ഓരോ സാധനങ്ങൾ അടുത്തടുത്ത് വെക്കാം. ഇതിനകത്ത് ഡേർട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനിതൊരു യൂസ് ചെയ്തൊരു റിവ്യൂ ആണ്. ഏകദേശം ഒരു 6 മാസത്തോളം യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. എന്നിട്ട് പോലും ചെളി മണ്ണിലൂടെ പോയിട്ട് ഇത്ര നീറ്റായിട്ട് ഇതിൻ്റെ അകം ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ പറയേണ്ടത്. പിന്നെയുള്ള പുറത്തുള്ള 2 പോക്കറ്റ്സ് ആണ് വരുന്നത്. അതാണ് നീറ്റ് ആൻഡ് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു നീറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം തിക്കാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. പിന്നെ അതേ ഇവിടെയുള്ളൊരു പോക്കറ്റും കൂടിയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇടാൻ പറ്റും. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 4 പോക്കറ്റ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി എടുക്കാനായിട്ട് 2 പോക്കറ്റ് ഉണ്ട്. പിന്നെ പുറത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ജാക്കറ്റോ ചെറിയ റെയിൻ കോട്ടോ അങ്ങനത്തെ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വെക്കാനും പറ്റും. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2699 അല്ലെങ്കിൽ 2700 റുപ്പീസ് ശരിക്കും പറഞ്ഞ ഒരു വർത്തായിട്ടുള്ള സംഭവം തന്നെയാണ്. ട്രാവൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ലഗേജ് ഒക്കെ വെക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബാഗാണ് നമ്മുടെ വിയറ്റേരയുടെ എലമെൻ്റ് എന്ന് പറഞ്ഞ ബാഗ്. ഓവറോൾ ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ എല്ലാം പറയുകയാണെങ്കിൽ സൂപ്പർ തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി സംഭവം തന്നെയാണ്. യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും ഫസ്റ്റ് ടൈം അല്ല, കുറേ റൈഡിന് ശേഷം വളരെ യൂസ്ഫുൾ ആയെന്ന് തോന്നിയതിന് ശേഷം ചെയ്യുന്ന ഒരു റിവ്യൂ ആണ്. ഇതൊരു ജെന്യൂൻ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. സോ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ചലഞ്ചും കൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആകാശാണ് ഇപ്രാവശ്യം ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എലമെൻറ്റ് ടെയിൽ ബാഗ് എത്ര സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റിനുള്ളിൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ടൈം പറയാൻ പോവാണ്. ആശ റെഡി അല്ലേ? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ ഇത് നമ്മുടെ ആകാശ് സംഭവം പതുക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കെട്ടാനായിട്ട് ശരിക്കും പറഞ്ഞൊരു 1 മിനിറ്റിൽ താഴെ മതി. അപ്പോൾ 12 സെക്കൻഡ് ആയിരിക്കുകയാണ്. 14 സെക്കൻഡ്, 15 സെക്കൻഡ്, 23 സെക്കൻഡ്സ് ആയിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാ യെസ് 32 സെക്കൻഡ്, ഓൾമോസ്റ്റ് 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബാഗ് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം ഇത്ര പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്കൊരു ബാഗ് റിലീസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ സാധനം ഒന്ന് അഴിച്ചൊന്ന് റൂമിൽ കയറി കിടന്നാൽ മതി എന്നുള്ള സിറ്റുവേഷൻ അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. ഗൈസ്, ദിസ് ഈസ് ദ റൈറ്റ് ബാഗ് ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2699 തന്നെ നിങ്ങൾക്ക് ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വിയറ്റേരയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കൂടെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പം എന്താ പറയുക, ഈ ബാഗിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ. കമ്പയർ ടു എനി അതർ ബാഗ്, ദിസ് ഈസ് എ പെർഫെക്റ്റ് വൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അടുത്ത ലഗേജ് ആക്സസറീസ് അതുപോലെ തന്നെ ബൈക്ക് ആക്സസറീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ബാഗിനെ പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.